എന്റെ പേര് അനന്തപത്മനാഭൻ എന്നാണ്. അനന്തപത്മനാഭൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 11th-ലാണ് ഇപ്പൊ പഠിക്കുന്നത്. 11th-ലാണ് പഠിക്കുന്നത്. ഏത് സബ്ജക്റ്റ് ആണ്? ഞാൻ ബയോസയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ബയോസയൻസ് ആണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ബയോസയൻസ് എടുത്ത് മുമ്പിലേക്കുള്ള എന്താണ് ഒരു അംബീഷൻ? എന്നുള്ള ഒരു വ്യക്തമായിട്ടൊന്നുമില്ല. പഠനത്തിന് ശേഷം തീരുമാനിക്കാൻ പറഞ്ഞിട്ടാ. പഠനത്തിന് ശേഷം തീരുമാനിക്കാം. അങ്ങനെ വ്യക്തമായൊരു ചിത്രത്തോടുകൂടിയല്ല പോകുന്നത്. അനന്തപത്മനാഭന് നല്ല മനസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് മുമ്പിലേക്ക് പോകുമ്പോൾ. ബയോസയൻസ് പഠിച്ചവർ നല്ലവണ്ണം മത്സരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? ദൈവകൃപയാൽ മത്സരിക്കും എന്ന് തോന്നുന്നുണ്ടോ? വളരെ കൺസൈസ് ആയിട്ട് ഉത്തരം പറയുന്ന, വളരെ സ്റ്റഡി ആയിട്ടാണ് ഉത്തരം പറയുന്നത്. ഞാനൊരു ഷൂട്ടിലാണെന്നുള്ളൊരു ഒരു കൺഷ്യസ്നെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മത്സരിക്കാൻ പോകുന്നുണ്ട്, സമ്മാനം വാങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആരായിട്ടും പറഞ്ഞു മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം മത്സരിക്കുന്നുണ്ടെന്ന് അറിയാം. ചോദ്യം ചോദിച്ചു എന്ന് കരുതി ഉത്തരം പറയണമെന്നില്ല. ഈ രണ്ട് ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. എനിക്ക് ക്വിറ്റ് ചെയ്യാം, ഉത്തരം തെറ്റിപ്പോയാൽ എൻ്റെ സമ്മാനത്തുക പോകും എന്നുള്ള ഐഡിയോളജി മനസ്സിലിരിക്കട്ടെ. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ തന്നെ. ഇത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? റെഫറൻസ് ആണ്. ഓപ്ഷൻ എ 2 കൊരിന്ത്യർ 4:4, ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ 4:17, ഓപ്ഷൻ സി 2 കൊരിന്ത്യർ 10:10, ഓപ്ഷൻ ഡി 2 കൊരിന്ത്യർ 12:10. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ തന്നെ. ഇതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? അറിയില്ലെങ്കിൽ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരാളുടെ ലേഖനത്തെക്കുറിച്ചുള്ള പരാമർശം പൗലോസ് പറഞ്ഞിരിക്കുന്നതാണ്. ആ വായനയിൽ ഓർമ്മയുണ്ടെങ്കിൽ, റെഫറൻസ് അധ്യായങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്വിറ്റ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിൾ വായനയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ എളിയ ഉദ്യമമാണ് ബൈബിൾ ബ്രെയിൻസ് എന്ന ഈ പ്ലാറ്റ്ഫോം. നിരവധി ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നു. നിരവധി ആളുകൾ ബൈബിൾ വായിക്കുന്നു, മത്സരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ ചെറിയ യങ്ങായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താ മോനെ പേര്? എന്റെ പേര് അനന്തപത്മനാഭൻ എന്നാണ്. അനന്തപത്മനാഭൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 11th-ലാണ് ഇപ്പൊ പഠിക്കുന്നത്. 11th-ലാണ് പഠിക്കുന്നത്. ഏത് സബ്ജക്റ്റ് ആണ്? ഞാൻ ബയോസയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ബയോസയൻസ് ആണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ക്ലാസ്സും ഫ്രണ്ട്സും ഒക്കെ നല്ലതാണോ? നല്ലതാ. ഇവിടെ തന്നെയാ പഠിക്കുന്നേ?
ആണോ? എന്തുകൊണ്ടാ ബയോസയൻസ് എടുത്ത്? മുമ്പിലേക്കുള്ള എന്താണ് ഒരു അംബീഷൻ? ഭീഷൻ എന്നുള്ള ഒരു വ്യക്തമായിട്ടൊന്നുമില്ല, പഠനത്തിന് ശേഷം തീരുമാനിക്കാൻ പറഞ്ഞിട്ടാണ്. പഠനത്തിന് ശേഷം തീരുമാനിക്കാം, അങ്ങനെ വ്യക്തമായൊരു ചിത്രത്തോടുകൂടിയല്ല പോകുന്നത്. അപ്പൊ സയൻസ് എടുക്കുമ്പോൾ മിക്കവാറും മെഡിക്കലായിട്ട് പോകാനാണ് കൂടുതൽ കുട്ടികൾക്ക് താല്പര്യം. നഴ്സാകാം, ഡോക്ടറാകാം, അങ്ങനെ ബയോസയൻസ് എടുക്കുമ്പോൾ അതാണല്ലോ മുമ്പിലുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടോ? അങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനൊരു ചിന്തയൊന്നുമില്ല. എഞ്ചിനീയറിംഗിൽ പോകാൻ ചെറിയൊരു എഞ്ചിനീയറിംഗ് വിധത്തിൽ പോകണം. എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിനകത്ത് ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടില്ല എങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എടുത്തിട്ടുണ്ട്. അതുള്ളത് കൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് പോകാം. പക്ഷെ നഴ്സ് മേഖലയും നല്ല ഓപ്ഷനാണ് കേട്ടോ. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. പ്രത്യേകിച്ച് മെയിൽ നഴ്സിന് ജോലി ഉറപ്പ്, സാലറി ഉറപ്പ്, രാജ്യങ്ങളുടെ വാതിലുകൾ ഉറപ്പ്. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം കേട്ടോ. അപ്പൊ എഞ്ചിനീയറിനേക്കാളും മികച്ചൊരു ഓപ്ഷനാണ്. എഞ്ചിനീയർമാര് ബിടെക് എംടെക് പഠിച്ചവരൊക്കെ വളരെ പരിശ്രമിച്ചാണ് ഒരു ജോലിയിലെത്തുന്നത്. ജോലിയിലെത്തുമ്പോൾ തന്നെ സാലറി വളരെ കുറവാണ്. പക്ഷെ മെയിൽ നഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും ചെറിയൊരു തസ്തികയൊന്നുമല്ല. നമുക്ക് ആളുകളെ സഹായിക്കാൻ കഴിയുന്ന നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രം. അനന്തപത്മനാഭന് നല്ല മനസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് മുമ്പിലേക്ക് പോകുമ്പോൾ ബയോസയൻസ് പഠിച്ചവർക്ക്. ആലോചിക്കുക. എങ്ങനെ മത്സരിക്കാൻ തയ്യാറാണോ? മത്സരിക്കാൻ തയ്യാറാണ്. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. നല്ലവണ്ണം മത്സരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? ദൈവകൃപയാൽ മത്സരിക്കും എന്ന് തോന്നുന്നുണ്ടോ? വളരെ കൺസൈസ് ആയിട്ട് ഉത്തരം പറയുന്നത്, വളരെ സ്റ്റഡി ആയിട്ടാണ് ഉത്തരം പറയുന്നത്. ഞാനൊരു ഷൂട്ടിലാണെന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? കോൺഷ്യസ് ആണ്, ഉണ്ട്. ഓക്കെ, അപ്പൊ മത്സരത്തിന്റെ രീതി ഞാനൊന്ന് പറയുന്നു, സ്ക്രീനിൽ ശ്രദ്ധിക്കാം. നമുക്ക് മുഴുവൻ 15 ചോദ്യങ്ങളാണ്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിച്ച് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ സേഫ് സോൺ. അടുത്ത 4 ചോദ്യങ്ങൾ അവസാനിച്ച് ഉത്തരം പറഞ്ഞാൽ 3000 രൂപയുടെ സേഫ് സോൺ. 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 10000 രൂപയുടെ ബമ്പർ സമ്മാനം. നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഏത് റൗണ്ട് വരെ പോകും? അങ്ങനൊന്നുമില്ല. പോകുന്നത് വരെ പോകും. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. കടിച്ചു കീറുന്ന ചെന്നായ എന്ന് യാക്കോബ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ നഫ്താലി, ഓപ്ഷൻ ബി ഗാദ്, ഓപ്ഷൻ സി ഇസാഖാർ, ഓപ്ഷൻ ഡി ബെന്യാമിൻ. ഓപ്ഷൻ ഡി ബെന്യാമിൻ. ഓപ്ഷൻ ഡി ബെന്യാമിൻ. ഓക്കെ, അപ്പൊ പഠിച്ചു. അറിയണതല്ലേ? എങ്ങനെ അറിയാം? ഉൽപ്പത്തിയിലുള്ളത് പ്രസംഗം കേട്ടറിയാവുന്നതാണോ? ഇപ്പൊ ബൈബിൾ ക്വിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോ പഠിച്ചാണ്? മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. എക്സലന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ബെന്യാമിൻ എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരം ശരിയാണ്. അപ്പൊ ഒരു സമ്മാനത്തുക കിട്ടിയിട്ടുണ്ട്. പക്ഷെ സമ്മാനം ഞങ്ങൾ തരില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? 6 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഈ സമ്മാനം കിട്ടണമെങ്കിൽ. ഇപ്പൊ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന സമ്മാനം കിട്ടണമെങ്കിൽ 6 ചോദ്യം ഫിനിഷ് ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? ഓപ്ഷൻ എ മൂടുപടം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി തേജസ്, ഓപ്ഷൻ ഡി അത്യന്ത ശക്തി. ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം. ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം. ഉത്തരം ഉറപ്പിക്കാം. സ്വാതന്ത്ര്യം ഉണ്ടോ? വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്. ഫ്രീ ആണ് വീട്ടില്? ഫ്രീയാ. ഇപ്പൊ സ്വാതന്ത്ര്യം ഇല്ലെന്നും പറയാൻ പറ്റത്തില്ലാത്ത സാഹചര്യം ഉണ്ടോ? ഓക്കെ, ഞാൻ അങ്ങനെ ചോദിച്ചു. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുക, ഫാമിലി ആയിട്ടാണ് മത്സരിക്കാൻ പറ്റത്തുള്ളത്. ഇപ്പൊ വീട്ടിൽ സ്വാതന്ത്ര്യം ചുമ്മാ തമാശ. ഓക്കെ, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പോ അനന്തപത്മനാഭൻ ഈസ് എക്സലന്റ്. മുമ്പിലേക്ക് നമുക്ക് പോകാം. ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ആമോസിന്റെ കാലത്ത് യഹൂദ ഭരിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻ എ
ഓപ്ഷൻ എ ഉസിയാവ്, ഓപ്ഷൻ ബി യോവാഷ്, ഓപ്ഷൻ സി യെരോബിയാം, ഓപ്ഷൻ ഡി അഹസ്യാവ്. വാവ്. അപ്പൊ ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് ഉത്തരം പറയുകയാണ് അല്ലേ? അത് തന്നെയാണ് ഉത്തരം. ആവശ്യം ഒരു ഉത്തരം തെറ്റിപ്പോരുതേ. ഓപ്ഷൻ എ ഉസിയാവ് എന്ന ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻ കണ്ടപ്പോഴേ അനന്തു ഉത്തരങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അനന്തുവിന്റെ ആ ആകാംക്ഷയും ഒരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അനന്ത് പ്രിപ്പയർ ചെയ്ത് ഞാൻ അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ അനന്ത് എത്രത്തോളം പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഓപ്ഷൻ എ ഉസിയാവ് എന്ന ഉത്തരം ശരിയാണോ? യെസ്, റൈറ്റ്, അതും ശരിയാണ്. അപ്പം ആദ്യ റൗണ്ടിലെ പകുതി കടന്നു. 3 കടന്നു. ഇനി 3 കൂടെ ഉണ്ട്. 3 കടന്നാൽ ശരിയാണ്. ഓക്കെ. അപ്പൊ അനന്തു സംസാരിക്കുമ്പോ ഈ തൃശ്ശൂർ ശൈലി വരാതിരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനതിന് തൃശ്ശൂർ അല്ലല്ലോ. തൃശ്ശൂരല്ല, തൃശ്ശൂരല്ല, ഇത് പാലക്കാട് ജില്ലയാണ്. പാലക്കാടാണ്. അല്ല, എന്നാലും തൃശ്ശൂരിന്റെ ബോർഡർ ആയതുകൊണ്ട് അല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു തൃശ്ശൂരിൽ ഒരു പ്രത്യേക സംസാര ശൈലി ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത് വരാറില്ല. എന്നാ പാലക്കാടിനൊരു സംസാര ശൈലി ഉണ്ട്. അതും വരാറില്ല. ഇല്ല. അച്ചടി മലയാളം സംസാരിക്കുന്ന ചെടി മലയാളം അല്ല, എന്നാലും ഒരു ക്ലാരിറ്റി ഉള്ള മലയാളം, ക്ലാരിറ്റി ഉള്ള മലയാളം സംസാരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പ്രയത്നിക്കാനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണ തൃശ്ശൂർ വരുമ്പോൾ ഒരിതുണ്ട്, എന്താ പറയുന്നത്, ഇപ്പൊ തിരുവനന്തപുരത്താണ് എന്തിര്, കൊല്ലത്തേക്ക് വരുമ്പോ എന്തുവാ, ഞങ്ങള് കോട്ടയം ഇടുക്കിക്കാരൊക്കെ എന്നാ എന്ന് ചോദിക്കും. ഇവിടെ തൃശ്ശൂർ വരുമ്പോ എനിക്ക് ചോദിക്കുന്നത്, തൃശ്ശൂർ വരുമ്പോ എന്തുട്ടാ ചോദിക്കും തൃശ്ശൂരല്ലേ. പാലക്കാട് എന്താണ് എന്ന് ചോദിക്കും. അങ്ങനല്ലേ, എന്താണ് എന്ന് ചോദിക്കും പാലക്കാട്. അപ്പൊ അത് അങ്ങനൊന്നും ചോദിക്കാത്തതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. നിന്റെ ഭവനത്തിൽ ഒരു നാളും വൃദ്ധനുണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ്? ഓപ്ഷൻ എ ശൗൽ, ഓപ്ഷൻ ബി ഏലി പുരോഹിതൻ, ഓപ്ഷൻ സി ശമൂവേൽ, ഓപ്ഷൻ ഡി യോവേൽ. ഓപ്ഷൻ ബി ഏലി പുരോഹിതൻ. ഓപ്ഷൻ ബി ഏലി പുരോഹിതൻ. പോയി. ശരിയാണോ? ഉറപ്പാണ്? കോൺഫിഡന്റ് ആണ്? ഓക്കെ. ഓപ്ഷൻ ബി ഏലി പുരോഹിതൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. ഇനി 2 ചോദ്യങ്ങളും കൂടെ ബാക്കി നിൽക്കുന്നു. മുന്നോട്ട് പോകും. ഇപ്പൊ അനന്തു ചർച്ചിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, ഞാൻ മത്സരിക്കാൻ പോകുന്നുണ്ട്, സമ്മാനം വാങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആരായിട്ട് പറഞ്ഞു മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം മത്സരിക്കുന്നുണ്ടെന്ന് അറിയാം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അനന്തുവിന്റെ റിസൾട്ട് എന്താകുമെന്ന്. അനന്തുവിന്റെ റിസൾട്ട് എന്താകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം ഇതാണ്. ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നത് നോഹയുടെ ആയുസിന്റെ എത്രാമത്തെ ആണ്ടിലാണ്? ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ സി 650, ഓപ്ഷൻ ഡി 950. അനന്തു മുന്നമേ റെഡി വിത്ത് ആൻസർ. ഓപ്ഷൻ ബി 600. ഇത് മുമ്പ് എപ്പോഴോ ചോദ്യങ്ങളൊക്കെ അല്ല, ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കാരണം 600, 601 അങ്ങനെയൊക്കെയല്ലേ ഓപ്ഷൻ വരേണ്ടത്. ഇത് 300, 650, 950. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മാസ്റ്റർക്ക് ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കരുത്, കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പൊ ക്വസ്റ്റ്യൻ മാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിക്കുക, ടഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കണം. +1കാർക്കൊക്കെ ഇത് വളരെ ലളിതമാണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി 600 എന്ന ഉത്തരം ശരിയാണോ? 600 ആ ഉത്തരം ശരിയാണ്. ഇനി ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുവരെ നേടി വന്നത് നഷ്ടപ്പെടുത്തുമോ അതോ ആ സമ്മാനം ലഭിക്കുമോ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ ആദ്യം ചെന്നത് എത്ര പേർ? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. ചിന്തിച്ചു നോക്കാം. 2, 1, 3. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഓപ്ഷൻ? ഇത് ഇച്ചിരി ടഫ് ഓപ്ഷൻ ആണ് അല്ലേ? ഓപ്ഷൻ സി 3. ആലോചിക്കാം. ആലോചിച്ചു.
അനന്തൊന്നുകൂടെ ആലോചിച്ചോളൂ. ആദ്യം ചെന്നതില്ലേ? ആദ്യം ചെന്നത് ആരാണ്? മഗ്ദലക്കാരത്തി മറിയം. തുലക്കാരത്തി മറിയയും യോസേഫ്. അപ്പൊ എത്ര പേരുണ്ട്? 2 പേര്. അപ്പൊ ഏതായിരിക്കാം ഉത്തരം? അനന്തുവിന്റെ കോൺഫിഡൻസിൽ പറയാം. ഓപ്ഷൻ എ 2. ഓക്കെ, ഓപ്ഷൻ എ 2. ഓപ്ഷൻ എ 2 എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. നിങ്ങളുടെ ഇപ്പം മനസ്സിലായില്ലേ? ദിസ് ഈസ് നോട്ട് ഈസി അല്ല. ചിന്തിക്കുക, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 2 എന്ന ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ 2 എന്ന ഉത്തരം ശരിയാണ്. അങ്ങനെ അനന്തു ആദ്യത്തെ റൗണ്ട് കടന്നിരിക്കുന്നു. അനന്തു നല്ലവണ്ണം പരിശ്രമിച്ചത് കൊണ്ടാണ് ഈ റൗണ്ട് കടക്കുന്നു എന്ന് അനന്തു നല്ലവണ്ണം വായിച്ചിട്ടുണ്ട്, നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനന്തു അത് അർഹിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ വളരെ ടഫാണ്. വളരെ ശ്രദ്ധിക്കുക, ആലോചിച്ച് ഉത്തരം പറയുക. പക്ഷേ ഇപ്പൊ അനന്തിനൊരു റിലീഫായോ? സമ്മാനമുണ്ട്. അപ്പൊ ഇനി പറയാം, ഞാൻ സമ്മാനം ഇല്ലാതല്ല വന്നേ, സമ്മാനമുണ്ട്. ഓക്കെ, ഒരു സമ്മാനം അനന്തുവിന് ഉറപ്പായും ഉണ്ട്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻ അനന്തുവിന് തരികയാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേണോ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വേണോ? പുതിയ നിയമം. ഓക്കെ, പുതിയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ റൗണ്ടില് ആദ്യത്തെ ചോദ്യം. ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പരീക്ഷകൻ യേശുവിനോട് പറഞ്ഞത് യേശു ആരായതിനാലാണ്? ഓപ്ഷൻ എ മശിഹ, ഓപ്ഷൻ ബി കർത്താവ്, ഓപ്ഷൻ സി ദൈവപുത്രൻ, ഓപ്ഷൻ ഡി ദാവീദ് പുത്രൻ. ദൈവപുത്രൻ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ദൈവപുത്രൻ ഉറപ്പാണ്. ഓപ്ഷൻ സി ദൈവപുത്രൻ ഉറപ്പിക്കാം നമുക്ക്. കോൺഫിഡന്റ്? ഓക്കെ, ഓപ്ഷൻ സി ദൈവപുത്രൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പോ ഇനി അനന്തു ശ്രദ്ധിക്കേണ്ടത്, മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ആ ചോദ്യത്തിന് തൊട്ട് മുൻപുള്ള ചോദ്യത്തിന്റെ സമ്മാനത്തുക ലഭിക്കും. അല്ല, തെറ്റിപ്പോയാൽ അതിനു മുമ്പുള്ള സേഫ് സോണിലെ സമ്മാനത്തുക. അപ്പൊ മത്സരത്തെ കുറിച്ച് നല്ലവണ്ണം അനന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ചോദ്യം ചോദിച്ചു എന്ന് കരുതി ഉത്തരം പറയണമെന്നില്ല. ഈ 2 ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. എനിക്ക് ക്വിറ്റ് ചെയ്യാം, ഉത്തരം തെറ്റിപ്പോയാൽ എന്റെ സമ്മാനത്തുക പോകും എന്നുള്ള ഐഡിയോളജി മനസ്സിലിരിക്കട്ടെ. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇവയിൽ പൗലോസ് പറഞ്ഞിട്ടില്ലാത്ത ആപത്ത് ഏതാണ്? ഓപ്ഷൻ എ നദികളിലെ ആപത്ത്, ഓപ്ഷൻ ബി കള്ളന്മാരാലുള്ള ആപത്ത്, ഓപ്ഷൻ സി കല്ലേറിനാലുള്ള ആപത്ത്, ഓപ്ഷൻ ഡി കാട്ടലിയിലെ ആപത്ത്. ഓപ്ഷൻ സി കല്ലേറിനാലുള്ള ആപത്ത്. ഉറപ്പാണ്? ഓക്കെ, ഓപ്ഷൻ സി കല്ലേറിനാലുള്ള ആപത്ത് പൗലോസ് പറഞ്ഞിട്ടില്ലാത്ത ആപത്താണ് എന്നാണ് അനന്തു ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കല്ലേറ് കിട്ടിയിട്ടുണ്ടല്ലോ പൗലോസിന്. ആപത്ത് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നില്ല. ആപത്ത് കല്ലേറ് കൊണ്ടു പറയുന്നുണ്ട്. കല്ലേറ് കൊണ്ടു അല്ലെങ്കിൽ ആപത്തിൽ പറയുന്നു. ലുസ്ത്രയിൽ വെച്ച് പൗലോസിന് കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് കരുതി അവര് വെളിയിൽ കൊണ്ടു. കോൽ കൊണ്ട് അടി കൊണ്ടു, കല്ലേറ് കൊണ്ടു, അങ്ങനെ പറഞ്ഞിട്ട് അതിന് മുമ്പ് പറയുന്നില്ല. ആ ഭാഗത്ത് ഇത് പറയുന്നില്ല. പൗലോസ് ആപത്ത് എന്ന നിലയിൽ കല്ലേറ് പറഞ്ഞു. നദികളിലെ ആപത്ത് പറയണ്ടേ, കള്ളന്മാരാലുള്ള ആപത്ത് പറയണ്ടേ, കടലിലെ ആപത്തൊന്നും പറയണ്ടേ. അപ്പൊ സി അതായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ വായിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി കല്ലേറിനാലുള്ള ആപത്ത് എന്ന ഉത്തരമാണോ ശരി? പൗലോസ് പറഞ്ഞിട്ടില്ല. യെസ്, അതാണ് ശരി. അപ്പൊ 8 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തന്നിരിക്കുന്നു. ഇതാ ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ. ഇത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? റെഫറൻസ് ആണ്. ഓപ്ഷൻ എ 2 കൊരിന്ത്യർ 4:4, ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ 4:17, ഓപ്ഷൻ സി 2 കൊരിന്ത്യർ 10:10, ഓപ്ഷൻ ഡി 2 കൊരിന്ത്യർ 12:10. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ. ഇതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? അറിയില്ലെങ്കിൽ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരാളുടെ ലേഖനത്തെ കുറിച്ചുള്ള പരാമർശം പൗലോസ് പറഞ്ഞിരിക്കുന്നതാണ്. ആ വായനയിൽ ഓർമ്മയുണ്ടെങ്കിൽ, ആ റെഫറൻസ് അധ്യായങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്വിറ്റ്.
ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും, കിറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യും. ബട്ട് അനന്തു ഡിസിഷൻ അനന്തുവിൻ്റെതാണ്. പത്തിലല്ലാന്ന് ഒരു ചെറിയൊരു ഇതുണ്ട്. ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്താണ് അനന്തു തീരുമാനിക്കുന്ന? ഡൗട്ട് ഉള്ളതുമായിട്ട് മുന്നോട്ട് പോകണോ, അതോ നല്ലൊരു സമ്മാനത്തുകയുണ്ട് ക്വിറ്റ് ചെയ്യുന്നു? അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ. ചോദ്യം ടഫാണ് ഓഫ് കോഴ്സ്. മുമ്പിലേക്ക് പോകുമ്പോൾ ഇനിയും ഇതിലും ടഫ് ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. ഈ അവന്റെ ലേഖനങ്ങൾ എന്ന് പറയുമ്പോ അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ എന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസിന്റെ ലേഖനങ്ങളെ കുറിച്ചാണോ എന്ന് സംശയം. ഈ അവന്റെ എന്നുള്ളത് കൊണ്ടൊരു ഡൗട്ട്. അതാരുടെ എന്നൊന്ന് പറയാം. അത് പത്രോസിന്റെ ലേഖനങ്ങളെ കുറിച്ചാണെന്ന് തോന്നുന്നു. എന്താണ് അനന്തുവിന്റെ തീരുമാനം? അല്ല, ഇതില് 10-ാം അധ്യായത്തിൽ അതിനെ പറ്റി പരാമർശം ഇല്ലാന്നാ തോന്നുന്നത്. 10-ാം അധ്യായത്തിൽ പരാമർശം ഇല്ല എന്ന് തോന്നുന്നു. ആ 10. ഞാൻ ഒന്നുകൂടെ അനന്തുവിനോട് പറയുന്ന, അനന്തു സ്ട്രഗിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അനന്തുവിന് കിറ്റ് ചെയ്യാം. ഇത്തരം കിറ്റ് ചെയ്യുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇറ്റ് ഈസ് എ ബ്രേവ് ഡിസിഷൻ. ടഫാണെങ്കിൽ ഞാൻ പക്ഷെ സമ്മർദ്ദം ചെലുത്തുകയല്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഡിസിഷൻ അനന്തുവിന് എടുക്കുക. അത് ഉത്തരം പറയാൻ പ്രഷർ അനന്തുവിന്റെ മേലില്ല. ഞാന് സ്നേഹത്തോടെ സമയം തരും. ഒരു ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് കൂടെ ഞാൻ അനന്തുവിന് തരും. രണ്ട് കൊരിന്ത്യർ 12:10. ഉറപ്പിക്കുകയാണ്. കുറച്ച് സംശയം. അല്ലെങ്കിൽ ഓപ്ഷൻ ബി ചൂസ് ചെയ്യാം. ഓപ്ഷൻ ബി. ഒരു ഓപ്ഷൻ പറഞ്ഞു മുമ്പിലേക്ക്. ഓപ്ഷൻ ഡി. രണ്ട് അല്ല, ഏതാ ഈ അനന്തുവിന് ഞാൻ പ്രത്യേകം അനന്തു ഇത്രേ ഉത്തരം പറയണമെന്നും അല്ലാതെ ആഗ്രഹിക്കുന്നത് കൊണ്ട്, ക്വിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് അനന്തുവിന് ഞാൻ ഒന്നുകൂടെ ഇത് റീഫ്രൈസ് ചെയ്ത് തരികയാണ്. അതായത് ഇപ്പൊ ബിയും ഡിയും രണ്ടുത്തരം പറഞ്ഞു. അതിലേതെങ്കിലും ഒരെണ്ണം അനന്തുവിന് ഇപ്പൊ തിരഞ്ഞെടുക്കാം. വെദർ ഇറ്റ് ഈസ് ഗെയിൻ ഓർ ലോസ്. ഏതാണ് അനന്തു തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഡി അനന്തു തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഉത്തരം ഉറപ്പിക്കുകയാണ്. അനന്തു, ഇറ്റ് വാസ് ബെറ്റർ ടു ക്വിറ്റ്. പക്ഷെ അനന്തുവിന്റെ ഒരു ഡെയർ ആണ്, അനന്തുവിന്റെ ഒരു ധൈര്യമാണ് മുമ്പിലേക്ക് പോവുക. പക്ഷെ 2 കൊരിന്ത്യർ 12:9 നമുക്ക് പരിചയമുള്ള ഒരു വാക്യം ഉണ്ടല്ലോ. അതാണ് 2 കൊരിന്ത്യർ 12:9. അത് വെച്ച് അത് ചിന്തിക്കണ്ടായിരുന്നു. എന്റെ കൃപ നിനക്കും അത് എന്റെ ശക്തി ബലഹീനത്തിൽ തികഞ്ഞു വരുന്നു എന്നൊരു വാക്യം 2 കൊരിന്ത്യർ 12:9. അതിന്റെ അടുത്തത് ഈ വാക്യം വരാൻ സാധ്യതയില്ല. ഏതായാലും നമുക്ക് പരിശോധിക്കാം. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, 2 കൊരിന്ത്യർ 12:10 ആണോ? 2 കൊരിന്ത്യർ 10:10 അവന്റെ ലേഖനങ്ങൾ ഊറ്റവും ഘനവും ഉള്ളവ എന്ന് പത്രോസിന്റെ ലേഖനങ്ങളെ കുറിച്ച് പൗലോസിന്റെ പരാമർശം വന്നിട്ടുള്ളൂ. പക്ഷേ അനന്തുവിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അനന്തു അത് ക്വിറ്റ് ചെയ്തില്ല. ഉത്തരം പറയാൻ പരിശ്രമിച്ചു. ഒരു +1 വിദ്യാർത്ഥിയിൽ നിന്ന് അത്ര ഉറപ്പോടെ ഞാനതിന് ഉത്തരം പറയും, ഞാനത് ക്വിറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യം, അത് ഭയങ്കരമാണ്. മോന്റെ ആ കറേജിനെ ദൈവം അഭിനന്ദിക്കട്ടെ. മുമ്പിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ആശംസ, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നവനാകട്ടെ. നല്ല ഫേം ഡിസിഷൻ ഉള്ള ഒരു ഡിസിഷൻ എടുത്താൽ ഇതിൽ ഉറച്ചു നിൽക്കാൻ തൻ്റെ ഇടമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. ഇപ്പം അനന്തുവിന്റെ മുമ്പിൽ നല്ലൊരു സമ്മാനത്തുക ഉണ്ടായിരുന്നു. അനന്തുവിന് ക്വിറ്റ് ചെയ്ത ആ സമ്മാനത്തുകയ്ക്ക് വേണ്ടി വേണമെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. പക്ഷെ അനന്തു അതിനുവേണ്ടി പരിശ്രമിച്ചില്ല, ഉത്തരം പറയാൻ പരിശ്രമിച്ചു. അതൊരു നല്ല ക്വാളിറ്റിയാണ്. മുമ്പിലേക്ക് പോകുമ്പോൾ ആ ക്വാളിറ്റി നന്നായി ക്യാരി ഓവർ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. എന്ത് തോന്നി മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ? ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എന്താ അനന്തുവിന് തോന്നിയ ഒരു ഫീൽ? കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മത്സരിച്ചതും പങ്കെടുത്തതും ഒക്കെ. അപ്പോൾ അനന്തുവിനെ പോലുള്ള ആളുകൾ ഇനിയും മുൻപിലേക്ക് വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനന്തു ഒരു പ്രചോദനമായി തീരട്ടെ. അനന്തു ഒരിക്കലും എടുത്ത കാര്യം പിന്നോട്ട് വെക്കില്ല എന്നൊരു തീരുമാനം അനന്തുവിനുണ്ടായിരുന്നു. നല്ലൊരു കണ്ടന്റർ ആയിരുന്നു അനന്തു. അപ്പൊ അതുപോലുള്ള കുഞ്ഞുങ്ങൾ ഇനിയും വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ ആശംസകളും അനന്തുവിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ നേർന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുൻപിലേക്ക് വരാം. എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.